ഹലോ ഗൈസ്, നമ്മുടെ കോളേജിൽ നിന്നുള്ള ആദ്യത്തെ ഐവിയാണ്, അല്ല നമ്മുടെ ക്ലാസ്സിൽ നിന്നുള്ള ആദ്യത്തെ ഐവിയാണ് ബഡ്മിൻ്റൻ്റെ. അതെ, അപ്പോൾ നമ്മൾ ഐവിക്ക് പോയേക്കാം. അപ്പോൾ നമ്മൾ രാവിലെ 4:30 നമ്മൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, കാരണം എല്ലാവരും ഉറക്കക്ഷീണവും ഒക്കെ ആയിട്ടാണ് വന്നിരുന്നത്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം എന്ന് പറയുകയാണെങ്കിൽ 8:30 ആയിട്ട്, 8:55 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ തിരുവനന്തപുരമാണ് നമ്മുടെ ഇന്നത്തെ ഐവിയുടെ സ്പോട്ട്. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോയേക്കുവാണ്. നമ്മളും ഫുഡ് കഴിക്കാനായിട്ട് പോയി, പക്ഷെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇപ്പോഴാണ് വന്നത്. എല്ലാവരും വരുന്നേ ഉള്ളൂ. അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഗൈസ്. പിന്നെ എൻ്റെ ചങ്കുണ്ട്. ചങ്ക് അവിടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചങ്കിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. ചങ്കേ സേ ഹായ്. അപ്പം ചങ്ക് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മളെ വണ്ടി നിർത്തിയെടുത്താണെങ്കിൽ ഒരു അപ്പുറത്തായിട്ട്, റോഡിൻ്റെ അപ്പുറമായിട്ടാണെങ്കിൽ ഒരു മാവുണ്ട്. അതിൽ ഫുള്ള് മാങ്ങാന്ന് വെച്ചാൽ ഫുള്ള് മാങ്ങ, അത്യാവശ്യം മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവള് കുറ്റം പറയുന്നതാണ്. 2 മാങ്ങയൊന്നുമല്ല ഗൈസ്, ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. അപ്പം അത് കണ്ട് വെള്ളമിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വഴിയെ പോകുന്ന ആൾക്കാരെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ 2 വല്യപ്പച്ചന്മാരെ വിളിച്ചു, പക്ഷെ അവരാണെങ്കിൽ നമ്മളെ മൈൻഡ് പോലും ചെയ്തില്ല ഗൈസ്. ഒരാളിവിടെ അതും നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് കിട്ടാനൊന്നും പോകുന്നില്ല മോളെ, ഇങ്ങനെ വെള്ളം ഇറക്കിക്കൊണ്ട് കിടക്കാം. നോക്കിക്കോ, ആ അപ്പച്ചന്മാരെ പോലെ ഏതെങ്കിലും അപ്പച്ചന്മാരായിരിക്കും. ആ അപ്പച്ചനെ വിളിക്ക് നല്ലോണം വിളി. എന്താ പറയണ്ടേ? മാങ്ങ കുറച്ചു വിളിക്ക്. കേക്ക്. ചേട്ടാ ആ മാവിലെ ഒരു മാങ്ങ പറിച്ചു തരുവോ? ലോട്ടറി എടുക്കുന്നില്ല ശബ്ദം ഗൈസ്. അതിൻ്റെ ഇടയ്ക്കൂടെ അപ്പച്ചൻ ലോട്ടറി കച്ചവടമായിട്ട് വന്നേക്കുന്നത്. മാങ്ങ കിട്ടാത്തതിലുള്ള നിന്റെ അഭിപ്രായം എന്താണ്? വളരെ മോശം അഭിപ്രായം. 30 മാങ്ങ പറിച്ചു തന്നാൽ ഞാൻ 2 ലോട്ടറി ഉറപ്പായിട്ടോ? മാമൻ പോയി. ഗൈസ്, ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് സെക്രട്ടേറിയറ്റിലാണ്. അവിടെ നമുക്ക് കയറാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. 1/2 മണിക്കൂർ മാത്രമേ നമുക്ക് കയറി കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫോണും കാര്യങ്ങളും ഒന്നും അലൗഡ് അല്ല. സോ ആ വീഡിയോ ഇല്ല. ഗൈസ്, നമ്മൾ അടുത്തതായി കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. കവടിയാർ കൊട്ടാരം എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നീ ഫസ്റ്റ് ടൈം അല്ലല്ലോ? അല്ല ഗൈസ്, നല്ല മുട്ടം വെയിലുണ്ട് ഗൈസ്. അയ്യോ, സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല, കാരണം അതുപോലെ ചൂടായിപ്പോട്ടെ ഗൈസ്. പോകുന്നത് കൊണ്ട് നമ്മുടെ ടീച്ചേഴ്സാണ്. ഇതാണ് ഗൈസ് നമ്മുടെ കൊട്ടാരം. എവിടെ ചെന്നാലും ഗൈസ് ഫുള്ള് മാങ്ങ മാത്രമേ ഉള്ളൂ. ചക്ക. നമ്മുടെ ചങ്കുകളെല്ലാം ഫോട്ടോയ്ക്ക് വേണ്ടി പോസിങ്ങാണ്. ഇതാണ് നമ്മുടെ ക്ലാസ്സിലെ അശിക. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കുവാണ്. അത് നമ്മൾ സൂവിൻ്റെ അകത്താണ്. ഇവളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നാണ് ഇവളിവിടെ പറയുന്നത്. ഇവളുടെ മാമൻ്റെ മക്കളൊക്കെ ഉണ്ട് ഗൈസ്. എങ്ങനെയാണെന്ന് എൻ്റെ അറിയില്ല ഗൈസ്. ഇവളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ പോവുമെന്ന്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗൈസ്, നല്ല വിശപ്പുണ്ട്, ചത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാമെന്നാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം അല്ലേ? ഇതാണ് നമ്മുടെ ഫുഡ് കാര്യങ്ങളെല്ലാം. അങ്ങനെ നമ്മളിനി കഴിക്കാൻ പോകും. ഇതാ, എങ്ങനെയുണ്ട് ഫുഡ് കഴിച്ചിട്ട്? എങ്ങനെയുണ്ട് ഫുഡ്? കഴിക്കുക. ടേസ്റ്റൊക്കെ കാണിക്കുക.
ഗായ്സ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ഫുഡായിരുന്നു, നല്ല ചോറും സാമ്പാറും അവിയലും കുറേ കറികളുണ്ടായിരുന്നു, പിന്നെ മീൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ നല്ലോണം വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം, ഫുഡ് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടായികയുള്ളൂ. ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഓ ഈ കഴിക്കണ്ട. അപ്പൊ കഴിച്ചു ഗൈസ് 3 പീസ് മീൻ കഷ്ണ കഴിച്ചത്, ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് 2.5 മതിയല്ലോ. എല്ലാരോടും 1 പീസ് എടുക്കാനാ പറഞ്ഞു, ഇവള് മാത്രം 2.5. എന്നെ പറഞ്ഞു വിട്ട് മേടിപ്പിക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ സൂവിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഇനി ഇവളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണും, എനിക്ക് ഇവളെ നഷ്ടപ്പെടും, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവളെ യാത്രയാക്കുന്ന ഡേയും കൂടെയാണ് ഇന്ന് കണ്ണീര് നിറഞ്ഞൊരു ഇതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. അപ്പോൾ നമ്മൾ സൂവിൻ്റെ അകത്തേക്ക് പോവാണ്. അപ്പം നമ്മൾ എൻട്രിയുടെ ഇവിടെ വന്ന് നിൽക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വരുന്നേ ഉള്ളൂ. കാട്ടുപോത്തിനെയാണ് നമ്മൾ ആദ്യമായി കാണുന്നത്. ഗായ്സ് നമ്മൾ സൂവിൻ്റെ അകത്തൂടെ പോവാണ്. ആദ്യമേ തന്നെ ഫുള്ള് കുരങ്ങന്മാരാണ്, പക്ഷെ ഒരെണ്ണത്തെ പോലും കാണുന്നില്ല ഗായ്സ്, ഒന്നിനും കാണുന്നില്ല. ഒരാളെ കണ്ടു കിട്ടി ഗൈസ്, ഒരാളെ. ഇതായിരിക്കുന്നു നമ്മൾ ടാറ്റാ ബൈ ബൈ ഉണ്ടോ. അവിടെ ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ഗൈസ്, ഒറ്റയ്ക്ക്. ഗൈസ് ഇവിടെ എല്ലാം സൂക്ഷിച്ചു നോക്കണം, എന്നാൽ മാത്രമേ ഈ കുരങ്ങന്മാരെ കാണാൻ പറ്റുള്ളൂ. ഹനുമാൻ കുരങ്ങ് ഗൈസ്, അവർക്ക് നല്ല പേടിയാണ് ഗൈസ്. ഗൈസ് ഇവിടെയാണെങ്കിൽ ഏറ്റവും പറയാലോ ഗൈസ്, ഇവിടെയാണെങ്കിൽ ഒട്ടും ചൂടുമില്ല. ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നടക്കാം. ഫുൾ അണ്ണാനുണ്ട് കേട്ടോ ഗൈസ്, പിന്നെ എലിയുണ്ട്. മൃഗശാലയിലെ എല്ലാം കാണും ഗായ്സ്. ദേ അവിടെ കുറേ മാനുകളൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങളും ഉണ്ട്. വേറെ എന്തോ ഒരു മാനും കൂടെ ഉണ്ട്, വലിയ കൊമ്പൊക്കെ ഉള്ളത്. പുള്ളിമാനാണോ? ദേണ്ട നമ്മുടെ കരടിക്കുട്ടൻ, അവനെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കും, ഒറ്റയ്ക്കാണ് പാവം. ഡാ മോനെ, ഡാ കുട്ടാ, എന്തോ വിഷമമുണ്ട് ഗൈസ്, ഒറ്റയ്ക്കായതിൻ്റെ വിഷമമാണ്. ചിലപ്പോൾ ബ്രേക്കപ്പ് ആയതിൻ്റെ ആയിരിക്കും. ഡാ മോനെ, ഇതെന്താ ഇങ്ങോട്ടും ഇങ്ങോട്ട്, ചിലപ്പോൾ ഫുഡ് ദഹിക്കാനായിരിക്കും ഗൈസ്. എവിടെ പോയാലും എന്താ ഈ സാധനമാണ്. ഇതെന്ത് സാധനമാണ് ഗൈസ്. ആ കിടക്കുന്ന വേറെ ആരുമല്ല, അതാണ് നമ്മുടെ സിംഹം. അതെല്ലാം തിരിഞ്ഞു കിടക്കുകയാണ്, അങ്ങോട്ടൊന്നും നോക്കുന്ന കൂടി ഇല്ല. ഇങ്ങനെ വേണം. അല്ല ഗൈസ്, ഇവിടെ ഒത്തിരി ഉണ്ട് ഗൈസ് ഇതുപോലത്തെ സാധനം. മാനാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല പേര് കറക്റ്റായിട്ട്. കുറേ ഉണ്ട് ഗൈസ്. അന്വേഷണമുള്ള ആള് ഗൈസ്. ഈ സാധനത്തെ ഞാൻ ബാഹുബലി സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കണ്ട ഗൈസ്, കാട്ടുപോത്തെന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം ഗൈസ്. ഇവരുടെ ലോകത്തേക്ക് ഗായ്സ്, നമുക്കാണെങ്കിൽ പാമ്പിൻ്റെ അവിടെ നിന്ന് ഒത്തിരി വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം അവിടെ ഫോൺ എടുക്കുന്നത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ സോ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ പോയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സൂ വിസിറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്ഷീണമുണ്ട്, 3-4 ഏക്കറിലെങ്ങാണ്ടുണ്ട്. ഇത് കുറേയൊക്കെ സ്കിപ്പ് ചെയ്ത്, കുറേയൊക്കെ നമുക്ക് വഴി അറിയാണ്ട് ഏതൊക്കെയോ വഴിക്കൂടെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മൾ കോവളം ബീച്ചിൽ വന്നിരിക്കുകയാണ്. എല്ലാവരും വെള്ളത്തിലിറങ്ങി, നമ്മളെല്ലാവരും വെള്ളത്തിലിറങ്ങി ഗൈസ്. നമ്മൾ മാത്രം വെള്ളത്തിൽ ഇറങ്ങില്ല, കാരണം എനിക്ക് നല്ല പനിയാണ്. അപ്പം അതുകൊണ്ട് ഇറങ്ങാൻ തോന്നിയില്ല ഗൈസ്. നല്ല വിഷമം തോന്നുന്നു ഗൈസ്.